വഖഫ് സ്വത്ത് ഇസ്ലാം മതപ്രകാരം പടച്ചോന്റെ സ്വത്താണെന്നും ഈ സ്വത്താണ് ലീഗുകാർ വിറ്റ് പണമാക്കിയതെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. വഖഫ് സ്വത്ത് പണം കൊടുത്തു വാങ്ങാൻ പറ്റില്ല, ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ഒരാൾക്കും കൂടി ഒഴിയേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭൂമിയിൽ പേരിൽ സംരക്ഷകരായി RSS BJP-ക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മുനമ്പം വിഷയം വർഗീയവൽക്കരിക്കാൻ BJP-യും ലീഗും ചേർന്ന് ശ്രമിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള രക്തസാക്ഷി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ. വഖഫ് വിഷയം മതപരമായ പ്രശ്നമാക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. വഖഫ് സ്വത്ത് ഇസ്ലാം നിയമപ്രകാരം പടച്ചോന്റെ സ്വത്താണ്. ഈ സ്വത്ത് ലീഗുകാർ വിറ്റ് കാശാക്കി. വഖഫ് സ്വത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് തുച്ഛമായ വിലക്ക് വരെ വിറ്റു. ഈ സ്വത്തുക്കൾ കണ്ടെത്താനാണ് VS സർക്കാർ കമ്മീഷനെ നിയമിച്ചത്. മുനമ്പത്ത് ഭൂമി കൈവശമുള്ളവർ പറയുന്നത് ഈ ഭൂമി പണം കൊടുത്തു വാങ്ങി എന്നാണ്. അങ്ങനെ പണം കൊടുത്തു വാങ്ങാൻ പറ്റില്ല വഖഫ് ഭൂമിയെന്നും പി ജയരാജൻ പറഞ്ഞു. CPM വിരുദ്ധർ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നുണ പ്രചരിപ്പിക്കുകയാണ്. അച്ചടി ദൃശ്യ സോഷ്യൽ മീഡിയകളിൽ CPM വിരുദ്ധത മാത്രമാണ് വരുന്നത്. CPM സമ്മേളനത്തിന്റെ ഘട്ടത്തിലാണ് വിരുദ്ധർ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇതിനു മുമ്പും ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും കേട്ടിട്ടുള്ള അപവാദ പ്രചരണങ്ങളുടെ തുടർച്ചയാണിത്. CPM-ൽ വിമർശനങ്ങൾ ഉണ്ടാകും. നയങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അത്തരം വിമർശനങ്ങൾ വേണം. കൂടുതൽ ശക്തിയോടെ ഉരുകി തിളങ്ങി CPM വരുമെന്നും ജയരാജൻ പറഞ്ഞു. പോരായ്മകൾ കണ്ടെത്തി കൂടുതൽ കരുത്തോടെ പാർട്ടി മുന്നോട്ടു പോകും. രക്തസാക്ഷിത്വവും വിമർശനങ്ങളും എല്ലാമാണ് പാർട്ടിയുടെ കരുത്ത്. ഹിന്ദുക്കളെല്ലാം ഒരുമിക്കണമെന്നാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി പറയുന്നത്. BJP-ക്ക് ഉള്ളിൽ നടക്കുന്നത് പടവാൾ ഭരണമാണെന്ന് ജയരാജൻ പരിഹസിച്ചു. വയനാട്ടിൽ വന്ന് പ്രധാനമന്ത്രി കുഞ്ഞിനോട് കാണിച്ച സ്നേഹപ്രകടനം കണ്ടപ്പോൾ ദാ രക്ഷകൻ വന്നു എന്ന തോന്നലുണ്ടായി പലർക്കും. എന്നാൽ മോദി വന്നു പോയി 100 ദിവസം കഴിഞ്ഞിട്ടും ചില്ലിക്കാശ് കേന്ദ്രം കേരളത്തിന് തന്നിട്ടില്ല. വയനാടിന്റെ കാര്യത്തിൽ ശ്വാസം മുട്ടിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. മഴക്കെടുതിയുണ്ടായ തമിഴ്നാടിനും ഹരിയാനയ്ക്കും കേന്ദ്രം സഹായം നൽകി. കേരളത്തിന് സഹായമില്ല. അതിന് കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് മാത്രമാണെന്ന് പി ജയരാജൻ വ്യക്തമാക്കി.